ഗതികേട് കൊണ്ട് പറയാണ്, ഈ ചാണകക്കുഴികളിൽ വീണു കഴിഞ്ഞാൽ ആർക്കും രക്ഷപ്പെടാനായില്ല. കാരണം ബുദ്ധിയും വിവേകവും പണയം വെക്കാതെ തിരിച്ചു വരാനും സാധിക്കുകയില്ല. അതിന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് TP സെൻകുമാർ. യാതൊരു സംശയം വേണ്ട, അയാൾ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. കാരണം കൃത്യമായി പറഞ്ഞുതരാം. ഇന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ 8 ലക്ഷത്തിലധികം വോട്ടുകൾ നേടുമെന്ന പ്രഖ്യാപനം കേട്ട് സംഘപരിവാറിന്റെ പ്രവർത്തകരൊക്കെ കൈയടിച്ച് വലിയ രീതിയിൽ ബഹളമൊക്കെ ഉണ്ടാക്കി TP സെൻകുമാറിന് ജയ് വിളിക്കുകയും ചെയ്തു. പക്ഷേ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. പത്തനംതിട്ടയിൽ 13,50,000 വോട്ടർമാർ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ 13,50,000 വോട്ടർമാരിൽ പോൾ ചെയ്യപ്പെടുന്ന വോട്ട് എന്ന് പറയുന്നത് 8,60,000 വോട്ടുകളാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്ത ആ വോട്ടുകളെ തന്നെ നമുക്ക് എടുക്കാം. ചിലപ്പോൾ ചില വോട്ടുകൾ കൂടുതൽ ഉണ്ടായേക്കാം. എന്നാൽ പോലും കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ 8,60,000 വോട്ടുകൾ അവിടെ പോൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ 8 ലക്ഷം വോട്ടുകൾ കെ സുരേന്ദ്രൻ നേടുമെന്നാണ് ഇവിടെ TP സെൻകുമാർ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. എന്തൊരു വിഡ്ഢിത്തമാണ്! ഒരു IPS ഓഫീസർ പരസ്യമായി വിളിച്ചു പറയുന്ന ഒരു വിഡ്ഢിത്തം നിങ്ങൾ നോക്കിക്കാണുക. ഒരു കണക്കുകളും നോക്കാതെ, ഒരു കാര്യവും എടുത്തു നോക്കാതെ പച്ചയായി വിളിച്ചു പറയുകയാണ് 8 ലക്ഷം വോട്ടുകൾ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നേടുമെന്ന്. പച്ചയായി പറഞ്ഞാൽ ഒരു വിഡ്ഢി എന്ന രീതിയിൽ അയാൾ വിളിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയൊരു പച്ചയായ കണക്ക് തിരിച്ചറിയാത്ത ഒരു IPS ഓഫീസറാണോ ഇയാൾ എന്ന് പോലും സംശയിക്കപ്പെടേണ്ടതുണ്ട്. കാരണം അതീവ നാണക്കേട് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, കേരളത്തിലെ എല്ലാ DGPമാർക്കും, കഴിഞ്ഞുപോയ എല്ലാ DGPമാർക്കും, ഇന്ത്യയിലെ പോലീസുകാർക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്ന് TP സെൻകുമാർ നടത്തിയിട്ടുള്ളത്. ഒന്നും നോക്കാതെ, ഒന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ നടത്തിയ ഒരു പ്രഖ്യാപനം. കഴിഞ്ഞ പ്രാവശ്യം 2014 3,58,000 വോട്ടുകൾ ആന്റോ ആന്റണിയും, രണ്ടാം സ്ഥാനം നേടിയ പീലിപ്പോസ് 3,02,651 വോട്ടുകൾ നേടി. BJPയുടെ സ്ഥാനാർത്ഥി 1,38,954 വോട്ടുകൾ നേടി. ഈ വോട്ടുകൾ തന്നെ കൂട്ടി നോക്കിയാൽ 8 ലക്ഷം വോട്ടുകൾ, 8,50,000 വരുന്ന വോട്ടുകൾ വരുന്നുണ്ട്. ഈ 8,50,000 വോട്ടുകൾ എന്ന് പറയുന്നത് മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകളാണ്. ആ വോട്ടുകൾ, അതിൽ നിന്നും 8 ലക്ഷം കെ സുരേന്ദ്രൻ നേടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 60,000, 70,000, 70,000 വോട്ടുകൾ ബാക്കി. ആ വോട്ടുകളിൽ നിന്ന് ആന്റോ ആന്റണി 20,000 വോട്ടോ അല്ലെങ്കിൽ വീണ ജോർജ് ഒരു 50,000 വോട്ടോ നേടുമെന്നുള്ളതാണ് TP സെൻകുമാർ കണക്ക് കൂട്ടിയിട്ടുള്ളത്. എന്ത് കണക്കാണിത്? ഇങ്ങനെ പറയാണ്, പച്ചയായി വിഡ്ഢിത്തം ഇങ്ങനെ തുറന്നു പറയുന്നു. അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ സംഘപരിവാറിന്റെ BJPയുടെ പ്രവർത്തകർ ഇങ്ങനെ നിൽക്കുന്നു. വിഡ്ഢിത്തമേറ്റ് പറയാനും വിഡ്ഢിത്തമേറ്റ് പിടിച്ച് അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടാനും. ഒരു കാര്യം പറയാണ്, ഇയാളുടെ IPS എന്ന പദവി അത് പുനർപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു വിഡ്ഢിത്തമൊന്നും IPS ഓഫീസർമാരുടെ കയ്യിൽ നിന്നും ഒരിക്കലും വരികയില്ല. കാരണം കേരളത്തെ ഭരിച്ച ഒരു DGP അല്ലെങ്കിൽ കേരളത്തിലെ പോലീസുകാരെ നയിച്ച ഒരു DGPയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള വിഡ്ഢിത്തം വരുമ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ചാണകങ്ങളിലേക്ക് കടന്നുപോയതിനു ശേഷം വളരെ ഖേദപൂർവമാണ് ഈ പ്രയോഗം നടത്തുന്നത്. ചാണകങ്ങളിലേക്ക് കടന്നുപോയതിനു ശേഷം ബുദ്ധിയും വിവേകവും പണയം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പറയാണ്, സംഘികൾ ഈ നാടിന് ആപത്ത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.